ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ നല്ല ഹെൽത്തിയും നല്ല പ്രോട്ടീൻ ഫുള്ളായിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ. ഉറപ്പായിട്ടും അത് കിട്ടിയാൽ മിസ്സാക്കാതെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കഴിച്ചോണം കേട്ടോ. നമ്മൾ വെറുതെ അവിച്ച് കഴിക്കുന്നതിനേക്കാളും ഇതേപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ഒരുപാട് റെസിപ്പീസ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ തയ്യാറാക്കി കഴിക്കുമ്പോൾ കുട്ടികളാണെങ്കിലും കഴിച്ചോളും, നമുക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു മടുപ്പും ഇല്ലാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ചെറിയ 2 സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാമേ. അത് മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 2 വിസിൽ നമുക്ക് കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 വിസിൽ കയറ്റി കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം ഞാൻ എന്താ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലോണം അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ തോലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുകയെ. ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം അങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലോണം അതങ്ങ് ഉടച്ചെടുക്കാമേ. ഒന്നുകിൽ കൈ വെച്ച് ഉടയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയെ. അപ്പോൾ അതായത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല രീതിയിൽ അതെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ശർക്കര പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് ശർക്കര പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോ ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് എത്ര വേണോ അത്രയും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവ് നിറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട് തിരികിയത്. അതിനോടൊപ്പം തന്നെ ഒരു 2-3 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണുള്ളതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കണ്ടല്ലോ, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സ്വീറ്റ് പൊട്ടാറ്റോ വെച്ച് ഒരുപാട് റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാം. ഇതിന് തൊട്ട് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ഈ ചൂട് സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു റെസിപ്പി നമ്മൾ കഴിച്ചിരിക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും കാണാത്തവരതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ റെസിപ്പിയും നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു നെയ്യുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യെടുത്ത് അതും കൂടെ ഒന്ന് അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ ഒന്ന് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബൗളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് ഒന്ന് കയ്യിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ചെറിയ ബൗളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ എന്നും വേവിക്കാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവിച്ചെടുത്ത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം അതേപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദ മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ അതങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതായത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ തീരെ ലൂസ് ആകാനും പാടില്ല കേട്ടോ. ആ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണേ. നമുക്ക് അതൊന്ന് മുക്കിയെടുത്ത് പൊരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ ഒട്ടി വരുന്ന ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആ ഒരു എത്രയാണ് ആ പരുവം ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കേ. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബൗളുണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു ബൗളെടുത്ത് ഈ മൈദാ മാവിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് മുക്കിയെടുത്ത് നമുക്കിനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അതേപോലെ എല്ലാ ബൗളും മൈദാ മാവിൽ നല്ലോണം ഒന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വിട്ട് കൊടുത്തതിന് ശേഷം അതിനുശേഷം നമുക്ക് മറിച്ചിട്ടും തിരിച്ചിട്ടും നമുക്കതങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടല്ലോ, ചെറുതായിട്ട് ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാമേ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും. പൊട്ടറ്റോ ഒക്കെ നല്ലോണം വെന്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു 3 മിനിറ്റ് മതി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കണ്ടല്ലോ, ചെറുതായിട്ട് ആ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്, നല്ല ചൂടാണ് കേട്ടോ. ചൂടോടുകൂടി നല്ലൊരു കട്ടൻ ചായയൊക്കെ കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പുറമൊക്കെ നല്ലോണം ക്രിസ്പി ആയിട്ടും അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇട്ടിരിക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.